എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനൊരു സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കറിവേൾഡ് സ്പെഷ്യൽ ചിക്കനാണ്, ഒരു കാന്താരി ചിക്കൻ. അപ്പോൾ കാന്താരി മുളക് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കാന്താരി മുളകിൻ്റെ ടേസ്റ്റ് നമുക്ക് എന്തായാലും കിട്ടില്ല. പക്ഷെ കാന്താരി മുളക് അല്ലാതെ ഇപ്പം എല്ലാവർക്കും കാന്താരി മുളക് കിട്ടണം നിർബന്ധമില്ലല്ലോ. അതുകൊണ്ട് പച്ചമുളക് വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കൂ. എന്തായാലും അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ, അതേസമയം നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ആ ചിക്കനിലോട്ടൊക്കെ നല്ലോണം എരി പിടിക്കുള്ളൂ കേട്ടോ. വരട്ടിയെടുക്കാം, അല്ലെങ്കിൽ ഗ്രേവി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്ത വീഡിയോന്റെ ക്ലൂ തരണം എന്നൊക്കെ പറഞ്ഞ് കുറേ പിള്ളേർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് അവലാണ്. അപ്പോൾ അവലില്ലാത്തവർ വാങ്ങിച്ചു വെച്ചോളൂ. നമുക്ക് അവൽ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കാം. അടുത്ത റെസിപ്പിയിൽ നമുക്ക് കാണാം. അപ്പോൾ ഒട്ടും താമസിയാണ് നമുക്ക് എങ്ങനെയാണ് വീണാസ് കറിവേൾഡ് സ്പെഷ്യൽ കാന്താരി ചിക്കൻ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് കാന്താരി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ 1 കിലോ ഫ്രഷ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് സ്കിൻ റിമൂവ് ചെയ്തിട്ടുള്ള ചിക്കനാണ്. മീഡിയം പീസസ് ആയി കട്ട് ചെയ്ത് വിനീഗറും ഉപ്പിട്ട് കുറച്ചു നേരം വെച്ചു. അതിനുശേഷം നന്നായി കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണെന്ന്, അതായത് ഒട്ടും വെള്ളം ഇല്ലാണ്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്യണം. അതായത് ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ പുരട്ടി ഒരു മിനിമം 20 മിനിറ്റ് എങ്കിലും വെക്കണം. കുറച്ച് കൂടുതൽ നേരം വെക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. അധികം സമയം ഇല്ല എന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് എങ്കിലും മിനിമം ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോഴേക്കും ആ കഷ്ണങ്ങളിലോട്ടൊക്കെ നന്നായി മസാലയൊക്കെ പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പറയുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് നമുക്ക് റെഡിയാക്കാനുണ്ട്. മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കുക. അതിലോട്ട് കുറച്ച് കാന്താരി മുളക്, അതായത് കാന്താരി മുളകിന്റെ എരിവ് അനുസരിച്ചാണ് കേട്ടോ, കാന്താരി മുളക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് കാന്താരി മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 6 or 8 പച്ചമുളക് ഇട്ട് കൊടുത്താലും മതിയാവും. ഓക്കെ, 2 ചെറിയുള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. 2 ചെറിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 അല്ലി വെളുത്തുള്ളി, വലിയ ഇവിടെ കിട്ടുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, ചെറിയ വെളുത്തുള്ളി അല്ലെങ്കിൽ 4 or 5 ആയിക്കോട്ടെ, ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതങ്ങോട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങ് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് ഒരു 3-4 കറിവേപ്പില. ഇനി ഇതിന്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ വിനീഗർ. വൈറ്റ് വിനീഗറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ അടുത്ത് വിനീഗർ ഇല്ല എന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താലും മതിയാകും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് പിന്നെ വീണ്ടും കറിയിലേക്ക് ആവശ്യമുള്ളതാണ്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതങ്ങ് അരച്ചെടുത്ത് നോക്കുക. വെള്ളം ചേർക്കണ അരയ്ക്കാൻ ശ്രമിക്കുക. അരയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മാത്രം അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം മതി കേട്ടോ, ഒരുപാട് മഞ്ഞൾപ്പൊടി വേണ്ട. നല്ല ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു കളർ വേണ്ടേ. നമ്മൾ ഇതിലേക്ക് മുളക് പൊടി തീരെ ഉപയോഗിക്കുന്നില്ല. കാന്താരി മുളകിന്റെയും കുരുമുളകിന്റെയും എരിവ് മാത്രമേ ഉള്ളൂ നമ്മുടെ ചിക്കന്. 1 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് അറിയില്ല. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇത് അരച്ചു കൊടുക്കുക. ഇപ്പോൾ അത്യാവശ്യം അരഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ഞാൻ ടേസ്റ്റ് നോക്കുകയാണേ, ഉപ്പുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. നല്ല എരിവുണ്ട്, ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മതിയാകും. ഇനി ഇത് നമുക്ക് ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കുക. ജസ്റ്റ് ഇതിലേക്കൊന്ന് എരിവ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ കാന്താരി മുളകിൻ്റെ മാരിനേഷൻ തയ്യാറാക്കുന്നത്. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും നമ്മുടെ ചിക്കന്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് കൂടുതൽ സമയം വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ രാത്രിയൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. പക്ഷേ മിനിമം 20 മിനിറ്റ് എങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം. ഇത് നമുക്ക് അടച്ച് 20 മിനിറ്റ് നേരം വെക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 6 കഷ്ണം വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് മൊത്തത്തിലുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 4-5 കാന്താരി മുളകും കൂടി ഇട്ടിട്ടുണ്ട്. കാന്താരി മുളക് ഇനിയും വേണം, അത് കുറച്ച് കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് അല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് അരച്ച് വെക്കാം. അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അരച്ചെടുത്ത് വെക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെക്കുക. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നാടൻ റെസിപ്പി ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റാണ്. ആ പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ചെറിയ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇടുമ്പോൾ തന്നെ അടുക്കളയിൽ നല്ല ഒരു പ്രത്യേക ഒരു സുഗന്ധം എന്നൊക്കെ പറയില്ലേ, അതാണ്. ഇതൊരു 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു 3 വലിയ സവാള വളരെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അതുപോലെ തന്നെ ഒരു 10 ചെറിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത്. ചെറിയുള്ളി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ.
ചെറിയുള്ളി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നു മാത്രം. പക്ഷേ ചെറിയുള്ളി ഇല്ലെങ്കിലും നിങ്ങൾക്ക് സവാള വെച്ചിട്ടും ഇതുണ്ടാക്കാം. എന്നിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഇടുമ്പോൾ സൂക്ഷിക്കുക. നമ്മൾ മീഡിയം തീയിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് അങ്ങ് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ അങ്ങ് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതിന്റെ നമ്മുടെ കീ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള നമ്മുടെ ഹീറോ ആയിട്ടുള്ള മുളകാണ്, അതായത് കാന്താരി മുളക്. അപ്പൊ കാന്താരി മുളകിന്റെ എണ്ണം എനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാന്താരി മുളകിനും എരിവിന് വ്യത്യാസം ഉണ്ടാവും, അതുപോലെ തന്നെ സൈസിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഒരു പിടിയാണ്, ഇപ്പൊ 20 എണ്ണൊക്കെ ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞ പോലെ കാന്താരി മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക് യൂസ് ചെയ്യാം. പച്ചമുളക് ആണെങ്കിൽ ഒരു 10 12 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിന്റെ ടേസ്റ്റ് ഇത് ഇളക്കിയതിന് ശേഷം എല്ലാം നല്ല ബ്രൗൺ ഷെയ്ഡ് ആയിട്ട് വരുമ്പോൾ ഗ്രേവിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് മുളക് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. തൽക്കാലം ഞാനിപ്പോൾ 20 മുളക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാൻ പോവാണ്. അപ്പൊ കാന്താരി മുളക്, ചിക്കൻ എന്ന് പറയുമ്പോൾ കാന്താരി തന്നെ ഇടണമല്ലോ. കാന്താരി മുളക് അങ്ങോട്ട് ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഇതിലേക്ക്. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്പൈസ് ലെവൽ അനുസരിച്ച് ഇതിൽ ചേർക്കുന്നതിന്റെ ഇതിലൊക്കെ വ്യത്യാസം വരും കേട്ടോ. ഇപ്പോൾ ലുലുവിലൊക്കെ അവൈലബിൾ ആണ് കാന്താരി. പച്ചമുളക് സെക്ഷനിൽ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കാന്താരി മുളക് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ സൺറൈസ് സൂപ്പർ മാർക്കറ്റിൽ എല്ലായിടത്തും ഉണ്ട്. നാട്ടിൽ അവൈലബിൾ ആണ്. ബാക്കിയുള്ള പ്ലേസസിന്റെ കാര്യം എനിക്ക് അറിയില്ല. അപ്പൊ എന്നിട്ട് ഇത് കൂടെ നന്നായിട്ട് ഇട്ടിട്ട് അപ്പൊ കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്. ബാക്കി ഈ സവാള എല്ലാം കൂടിയിട്ട് വഴറ്റി ഇതിന്റെയൊക്കെ പച്ചമണം മാറി നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റി കൊടുക്കുക. അപ്പോഴാണ് റിയൽ ആയിട്ട് ടേസ്റ്റ് നമ്മുടെ കറിക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഈ സംഭവം ഞാൻ തന്നെ ആയിട്ട് ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാന്താരി മുളക് എൻ്റെ നൈബർ എനിക്ക് കൊണ്ടുതന്നാ, കുറേ കൊണ്ടുതന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്കൊരു പിടിയുണ്ടായിരുന്നില്ല. അപ്പൊ എൻ്റെ ഓൾറെഡി കാന്താരി മുളക് ഉപ്പിലിട്ടത് ഇരിപ്പുണ്ട്. പിന്നെ കാന്താരി മുളക് വെച്ച് എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോഴാണ് ഓക്കെ കാന്താരി ചിക്കൻ ചെയ്യാന്നുള്ളൊരു ഐഡിയ വന്നത്. അങ്ങനെ നമ്മുടെ പെപ്പർ ചിക്കൻ്റെയും നമ്മുടെ നാടൻ ചിക്കൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഇങ്ങനത്തെ ഒരു മിക്സ് ആയിട്ട് ഞാനിപ്പോൾ ഈ റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല അഭിപ്രായമായിരുന്നു. ഞാൻ പ്രവീണിനും കൊടുത്തു. പ്രവീൺ ഇഷ്ടപ്പെട്ടു, ജാനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ എന്തായാലും നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ വഴറ്റി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നമ്മൾ സവാള വഴറ്റാനുള്ളത് അപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടില്ല ഇതുവരെ. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഓവറായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് എണ്ണയൊന്നും വേണ്ട. ഇത് ജസ്റ്റ് ഒന്ന് മറിച്ചിടാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ഹാഫ് ഫ്രൈ ആയാൽ മതി കേട്ടോ. ഫുള്ളായിട്ട് ഫ്രൈ ആവണ്ട. സെയിം ടൈം ആയിട്ട് നമുക്ക് 2 ജോലി ചെയ്യാം. ചിക്കൻ വറുക്കുന്ന സമയത്ത് അപ്പുറത്ത് സവാള ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയെ. അത് സൂക്ഷിക്കുക. അപ്പോൾ ഇത് മതി കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ശാലോ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. നമുക്ക് കോരി മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ അടുത്ത ബാച്ചും കംപ്ലീറ്റ് ചിക്കൻ വറുത്തെടുക്കാം. സവാളയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നല്ല ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. തീ കുറച്ചതിന് ശേഷം മല്ലിപ്പൊടി 1 ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ വേണമെന്നൊന്നുമില്ല. അത് ഹോം മെയ്ഡ് ഗരം മസാലപ്പൊടിയാണ്. വീണസ് കറിവേൾഡ് ഗരം മസാല എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗരം മസാലയുടെ റെസിപ്പി കിട്ടും. അപ്പോൾ ഇതിൽ രണ്ടും കൂടിയിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക. ഇതിന്റെ പച്ചമണം നന്നായി മാറട്ടെ. ഈ ഗരം മസാലയുടെയും മല്ലിപ്പൊടിയുടെയും. ഞാൻ മല്ലിപ്പൊടി വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. പൊടികളായിട്ട് ഇത്രയേ ഉള്ളൂ. അതേസമയം മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പൊ ഇതിന്റെ പച്ചമണം മാറുന്നവരെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് 1 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയ തക്കാളി, നല്ല പഴുത്ത, അധികം പുളിയില്ലാത്ത ഒരു വലിയ തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. നന്നായി വേവണം തക്കാളി, എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് പോകണം. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്ക് തക്കാളിയും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ചിക്കൻ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതിനുശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഞാൻ തുറന്നിട്ടുണ്ട്, നന്നായി കുക്കായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളി നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. പക്ഷെ അതിന് മുൻപായിട്ടൊരു കാര്യമുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ കഴിക്കാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിന്റെ ടേസ്റ്റ് നോക്കണം. ഈ മസാലയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിൽ ഉപ്പ് കുറവുണ്ടോ എരി കുറവുണ്ടോ എന്നൊക്കെ നോക്കി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചിക്കൻ ഇട്ട് കൊടുക്കാൻ. ഓക്കെ, അപ്പം ഞാൻ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. എരിവ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഉപ്പ് കുറവാണ്. ചിക്കനിൽ ഉപ്പുണ്ട്, എന്നാലും അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാണ് ഞാൻ. ചെയ്ത് കൊടുക്കുക. ബാക്കിയെല്ലാം കറക്റ്റാണ്. ആവശ്യത്തിന് ചെറിയൊരു പുളിപ്പുണ്ട്, അതുപോലെ തന്നെ നല്ല എരിവുണ്ട്. ചിക്കനും കൂടി ഇടുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഓവറായിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. 2 സൈഡിലും ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ ഇതൊരു പകുതി ഫ്രൈ ആയിട്ടുള്ളൂ നമ്മുടെ ചിക്കൻ. ഇനി പകുതി വേവും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മസാല എല്ലാ സൈഡിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പതുക്കെ ചിക്കൻ്റെ പീസസ് ഒന്നും ഉടയാൻ പാടില്ല. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക. ഇടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇത് കണ്ടോ, ഇപ്പം ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ,
അപ്പോൾ അതിൽ കിടന്ന് ഇച്ചിരി കൂടെ നേരം വേവട്ടെ. അതിനുശേഷം നമുക്ക് കുറച്ച് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ചിക്കനൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതേസമയം നാട്ടിൽ കിട്ടുന്ന ചിക്കൻ കുറച്ചും കൂടി സമയം പിടിക്കും വേവാൻ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് അങ്ങ് തിളയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കട്ടെ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് നാളികേര തേങ്ങാപ്പാൽ, കുരുമുളക് ചിക്കനിൽ ചെയ്ത പോലെ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചങ്ങ് എടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതിലേക്കിപ്പോൾ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ അങ്ങ് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. എന്നിട്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇവിടെ കിട്ടുന്ന ചിക്കൻ പെട്ടെന്ന് തന്നെ അങ്ങ് ഉടഞ്ഞു പോകും കഷ്ണങ്ങളൊക്കെ. സോ അധികം നേരം കുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിൽ സെർവ് ചെയ്യാം. അതായത് ഇത്രയും ഒരു ഗ്രേവി ആയിട്ട്, അല്ലെങ്കിൽ നല്ലതായിട്ട് പരട്ടി എടുക്കാം. അതായത് കുറച്ചും കൂടെ അങ്ങ് വരട്ടി എടുക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുരുമുളക് ചിക്കനിൽ ചെയ്തിട്ടുള്ള പോലെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു വേറൊരു നല്ല ലെവലിലോട്ട് പോകും. അപ്പം ഞാനിപ്പോൾ ഇത് ബാച്ചിലർ സ്പെഷ്യൽ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കണം. ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഗ്രേവിയുടെ ടേസ്റ്റ് ഞാൻ നോക്കട്ടെ. എരിവുണ്ടാവണം. പച്ചമുളകിൻ്റെ എരിവാണ് നമുക്ക് ആദ്യമായിട്ട് അറിയേണ്ടത് കേട്ടോ. അടിപൊളിയാണ് മക്കളെ, അടിപൊളിയായിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് എരിവാണ്. ഓവറായിട്ട് എരിവെന്നും പറയാനില്ല, അതേസമയം എരിവുണ്ട്. മുളകിൻ്റെ എരിവ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. പിന്നെ അല്പം പെപ്പർ പൗഡറിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയുന്നുണ്ട്. പാകത്തിന് പുളിയാണ്, പാകത്തിന് ഉപ്പാണ്, എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യാൻ പോവാണ്. കുറച്ച് ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായിക്കോളും. അല്ലെങ്കിൽ ഓവറായിട്ടങ്ങ് നമ്മൾ വരട്ടിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വരട്ടിയെടുക്കാം കേട്ടോ. എങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രേവി ആയിരിക്കുന്ന സമയത്ത് ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊരു സെമി മീഡിയം ഗ്രേവിയാണത്. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഈവൻ പുട്ടിൻ്റെ കൂടെ ഭയങ്കര നല്ലതാണത് കാന്താരി ചിക്കൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, അതേസമയം നല്ല ടേസ്റ്റിയാണ്. എന്തായാലും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ അത്. അവസാനമായിട്ട് നമുക്ക് മിനുക്ക് പണികൾ നടത്താൻ എന്താ ചെയ്യേണ്ടത്? ആസ് യൂഷ്വൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അങ്ങ് മുകളിൽ കൂടെ അങ്ങ് തൂവി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ആഹാ, തുറന്നിട്ടുണ്ട്. എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി സ്മെല്ലാണ് ഇവിടെ. ആ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഈ കാന്താരി മുളകും കൂടി ആയപ്പോൾ വേറെ ഒന്നും വേണ്ട എന്നുള്ളൊരവസ്ഥയാണ് ഇവിടുത്തെ സ്ഥിതി. അപ്പോൾ പേശായി. പിന്നെ അങ്ങോട്ട് കഴിക്കേ വേണ്ടു. അപ്പം ഞാനിന്ന് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പോകുന്നത് കോക്കനട്ട് ഇല്ലാത്ത, നാളികേരം ചേർക്കാത്ത അപ്പമാണ്. അടുത്ത റെസിപ്പി അതാണ്. ഓക്കെ, അത് അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കട്ടെ പോയിട്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മളെ കാന്താരി ചിക്കൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പച്ചമുളക് വെച്ച് ട്രൈ ചെയ്യുക. കാന്താരി ഇല്ലെങ്കിൽ അത് കാന്താരി ഇല്ല ചേച്ചി എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറി നിൽക്കരുത്. നിങ്ങൾ പച്ചമുളക് വെച്ചിട്ടെങ്കിലും ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്, പിശുക്ക് കാണിക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത കിടിലൻ റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. Yellow, different colors. Yay! If you even see. But it is recording. Tell me. Okay, do it. Everything is yellow, cause some kids glasses. Everything is yellow, even cause these buttons. When done.